മാർക്കോയെ കുടുക്കിയത്. എന്തായാലും ശരി, എന്ത് വില കൊടുത്തിട്ടായാലും ശരി കണ്ണേട്ടാ, നമുക്ക് മാർക്കോയെ രക്ഷിക്കണം കേട്ടോ എന്നിങ്ങനെ മഹി കണ്ണനോട് പറയണം കേട്ടോ. ആ നമുക്ക് ചെയ്യാം. അത് കേൾക്കുമ്പോൾ പോലീസുകാരനും പറയണം, ശരിയാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്, എങ്ങനെയോ കുടുക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യണം. എന്തായാലും ഞാൻ ഇന്ന് കോടതിയിൽ പറഞ്ഞയക്കുന്നത് നാളെ പറഞ്ഞയക്കണുള്ളൂ എന്നിങ്ങനെ പറയണം. സാറേ, ഞങ്ങൾക്ക് മാർക്കോയെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയണം. അതിനുശേഷം മഹിയും കണ്ണനും കൂടി മാർക്കോയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പോകുന്ന സമയം മാർക്കോ ഇങ്ങനെ കിടക്കുകയായിരിക്കും. അത് കാണുമ്പോൾ പോലീസുകാരൻ പറയണം, ഇന്നലെ SI സാറ് ബുക്കുകൾ കൊണ്ടുവന്ന് കൊടുത്തതാണ്, അത് വായിച്ചിട്ട് വൈകിട്ടായിരിക്കും കിടന്നുറങ്ങിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോഴും ഉറങ്ങുന്നത് എന്ന് പറയണം. പിന്നീട് പോലീസുകാരങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. എടാ മാർക്കോ, ഇതാ തന്നെ കാണാൻ ഒരാൾക്കാർ വന്നിരിക്കുന്നത്, ആരാ നോക്കിക്കേ എന്നിങ്ങനെ പറയണം കേട്ടോ, വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മാർക്കോ മഹിയെയും കണ്ണനെയും കാണാൻ കേട്ടോ. മാർക്കോയ്ക്ക് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. മാർക്കോ അങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുകയായിരുന്നു കേട്ടോ. ഓ, നിങ്ങൾ രണ്ടുപേരും വന്നോ എന്നിങ്ങനെ ചോദിക്കാനായിട്ട്. എന്താ പറ്റി മാർക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രണ്ടുപേരും കൂട്ടി. ഞങ്ങളെ രണ്ടാളെയും രക്ഷിച്ചത് ഒരാളാണോ എന്നുള്ള സംശയമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ആ സംശയം മാറി, ഞങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. മാർക്കോയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നാലും നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. പക്ഷേ എൻ്റെ കേസ് എന്താണെന്നൊക്കെ വായിച്ചല്ലോ, പിന്നെ നിങ്ങൾ വന്നല്ലോ. നിങ്ങൾക്ക് സാധാരണ അങ്ങനത്തെ പെണ്ണ് കേസാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരാറില്ല, സഹായിച്ചവരാണെങ്കിൽ കൂടെ തന്നെ എന്നിങ്ങനെ പറയണം. കണ്ണൻ പറയണം, താൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം താൻ എന്നെ രക്ഷിച്ചതും മകയെ രക്ഷിച്ചതും എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നെ രക്ഷിച്ച കാര്യം എനിക്കറിയാമല്ലോ, ആൾക്കാരത് ഉണ്ടാക്കിയതാണ്, എങ്ങനെയാണെന്ന് പറയും മാർക്കോ എന്നിങ്ങനെ പറയണം കേട്ടോ. സാരമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയണേ. എന്നെ ഇങ്ങനെ ചതിച്ചത് ശരി, കുഴപ്പമില്ല. ഒരുപാട് നിരപരാധികൾ ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കിടക്കണമെന്നൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, 10-14 ദിവസം കിടക്കണതിൻ്റെ വിഷമേ ഉള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. തന്നെ ഞങ്ങളെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും രക്ഷിക്കും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ മഹി ഇങ്ങനെ പറയണം കേട്ടോ. താൻ തങ്ങളെ സഹായിച്ചതിന് പകരം ഞങ്ങൾക്ക് സഹായിക്കണ്ടേ മാർക്കോ, താൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മഹി ഇങ്ങനെ നിർബന്ധിക്കുകയാണ്, പറയും മാർക്കോ, എന്താ സംഭവിച്ചതെന്ന് പറയ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മാർക്കോ ഇങ്ങനെ പറയണം കേട്ടോ. മാർക്കോ ഇങ്ങനെ വരുമ്പോൾ ഒരു പെൺകുട്ടിയെ 3-4 ചെറുപ്പക്കാരും കൂടി നടന്നു പോകുമ്പോൾ കാറിൽ കയറ്റി കൊണ്ടുപോയിരിക്കണ്ടോ. മാർക്കോ അങ്ങനെ അവരെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ ആ പെൺകുട്ടിയെ കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോകണം. പിന്നീട് ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. മാർക്കോ കൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് അവരാ ഷട്ടർ താത്തുകയാണ് കേട്ടോ. പിന്നീട് മാർക്കോ അവിടെ പോയിട്ട് ആ ഷട്ടർ പൊന്തിച്ച് അവരെ ഓരോരുത്തരെയും അടിച്ച് പരവാക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവരെല്ലാവരും കൂടിയിട്ട് അവർ വന്ന കാറിൽ തന്നെ പോവുകയാണ്. അതിനുശേഷം മാർക്കോ ആ പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. വായോ, താൻ പേടിക്കണ്ട, തന്നെ ഞാൻ എവിടെ എത്തിക്കേണ്ടി പറഞ്ഞാൽ അവിടെ എത്തിക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ആ പെൺകുട്ടിയെയും കൊണ്ട് മാർക്കോ വരികയാണ്. മാർക്കോ വരുമ്പോൾ ആ പെൺകുട്ടി പകുതി വഴി എത്തുമ്പോൾ പറയും, ഇവിടെ നിർത്തിയാൽ മതി, എനിക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോകണം, കംപ്ലയിൻറ്റ് കൊടുക്കാനേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാർക്കോ പറയുന്നുണ്ട്, ഞാൻ വരണോ എന്നിങ്ങനെ ചോദിക്കുക. വേണ്ട, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇന്ന് ഞാൻ അറിഞ്ഞ ചെറുപ്പക്കാരനാണ്, പക്ഷേ ആ പോലീസുകാരെ എന്നെ പറ്റിയിട്ട് എന്താ വിചാരിക്കുക, അതുകൊണ്ട് നിങ്ങൾ വരണ്ട, ഞാൻ സാക്ഷിമൊഴുക്കി വരാം എന്നിങ്ങനെ മാർക്കോ പറയുന്നുണ്ട്. ഏയ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പോയി പറഞ്ഞോളാം എന്നിങ്ങനെ പറയണം. അതേസമയം മാർക്കോ പറയണം, ശരി, താൻ നല്ല ബോൾഡായ പെൺകുട്ടിയാണല്ലോ, എന്തായാലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് താൻ എൻ്റെ നമ്പർ എന്നാ എന്ന് പറഞ്ഞിട്ട് മാർക്കോ നമ്പർ കൊടുക്കണം കേട്ടോ. അതിന് ഒരുപാട് സന്തോഷം പറയണം, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ആ കുട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മാർക്കോയാണ് അവളെ പിടിച്ചത് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയും ആ മാർക്കോ അടിച്ചവരാണ് ദൃക്സാക്ഷി മൊഴികൾ പറയുകയും ചെയ്യുന്നത്. ഇതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് മാർക്കോ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണനും മഹിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. ഇന്ന് കാലത്ത് ഇങ്ങനെയും ഓരോ പെണ്ണുങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ മഹി പറയണം. അതെ, പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും പെൺകുട്ടികൾ ചെയ്യും, അതാണ് ഇന്നത്തെ കാലം എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. അതേസമയം മാർക്കോയോട് മഹി പറയുന്നുണ്ട്, ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഞാൻ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കേസ് ഇതാക്കി തീർക്കാം എന്നിങ്ങനെ പറയണേ. ഏയ് വേണ്ട, അതിൻ്റെ ആവശ്യമേ ഇല്ല, അവൾക്കൊരു ചില്ലി പൈസ പോലും കൊടുക്കരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. എൻ്റെ വക്കീൽ നല്ല വക്കീലാണ്, ആ വക്കീൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്, എന്നിട്ടേ ജാമ്യം കിട്ടിയില്ല എന്നിങ്ങനെ പറയും. എന്തായാലും മാർക്കോ പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്ന്, ഞങ്ങളെ സഹായിച്ചതിന് പകരമായിട്ടല്ല, ഞങ്ങൾ മാർക്കോ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ജീവൻ്റെയും കഴിവിൻ്റെയും പരമാവധി ഞങ്ങൾ മാർക്കോയെ ഇവിടെ നിന്നും രക്ഷിക്കും എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം മഹിയും കണ്ണനും കൂടി അവിടെ നിന്നും പുറത്തേക്ക് വരികയാണ് കേട്ടോ.
പുറത്ത് വന്നതിന് ശേഷം മഹിയോട് കണ്ണങ്ങനെ പറയണം, നമുക്ക് എന്തായാലും ശരി ആനന്ദുവിൻ്റെ അടുത്തേക്ക് പോകാം എന്ന് പറയണം. ഏതായാലും കണ്ണേട്ട നമ്മളെ രണ്ടുപേരെയും രക്ഷിച്ചത് മാർക്കോയാണ്. അത് രണ്ടാളും നമുക്ക് അറിയാൻ സാധിച്ചത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവനെ നമ്മൾ രക്ഷിച്ചില്ലെങ്കിൽ അത് ഭയങ്കര മോശമാവും. ഏത് വഴിക്കും നമുക്ക് രക്ഷിക്കണം. ഇതൊരു കേസായ കാരണമാണ്. എന്തായാലും ശരി കോടതിയിൽ നിന്നും അവനെ തിരിച്ച് പോലീസ് സ്റ്റേഷൻ കോടതിയിൽ നിന്നും അവനെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കാൻ ഉള്ളൊരവസരം നമ്മുടെ മുന്നിൽ കൂടെ പോകരുത്. നമുക്ക് എന്ത് വില കൊടുത്തിട്ടും അവനെ രക്ഷിക്കണം എന്നിങ്ങനെ പറയണം. നിങ്ങളെന്തായാലും LLB പഠിച്ചതല്ലേ, ആ പഴയ ആളില്ലേ എന്ന് ചോദിക്കണം. അയാളെ നമുക്ക് കാണാമെന്നിങ്ങനെ പറയണം കേട്ടോ. അയാൾ മരിച്ചു പോയല്ലേ മഹി എന്ന് പറയണം. അയ്യോ ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ പറയണം. ഏതായാലും ശരി നീ വായോ, നമുക്ക് അനന്തുവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് കണ്ണനും മഹിയും കൂടി അനന്തുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അനന്തുവിൻ്റെ അടുത്ത് പോയതിന് ശേഷം കണ്ണനും മഹിയും കൂടി കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ തന്നെ മാർക്കോയാണ് കാരണം. അന്ന് ആൾ എന്നെ കൊല്ലാൻ വന്നപ്പോൾ മാർക്കോ വന്ന് രക്ഷിച്ച കാരണം ശരിക്കും എൻ്റെ കാലിന് ജീവൻ കിട്ടിയതും കൂടി അത് കാരണമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ മഹിയെയും രാത്രി രക്ഷിച്ചത് അവൻ തന്നെയാണ്. ഏതായാലും അവൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്തായാലും ശരി നമുക്ക് അവനെ രക്ഷിക്കണം എന്ന് അനന്തുവിനോട് പറയണം കേട്ടോ. അനന്തു പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അവനെ രക്ഷിക്കാനുള്ള വഴികൾ നോക്കാം എന്നിങ്ങനെ അനന്തു കണ്ണനോട് പറയുകയും ചെയ്യുന്നു.